2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഒരു വലിയ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. എങ്കിൽ ഈ 20-ൽ 6 മണ്ഡലങ്ങളിലാണ് ഒരു കരുത്തുറ്റ ത്രികോണ പോരാട്ടം എന്നുള്ള രീതിയിലുള്ള മത്സരം നടന്നിട്ടുള്ളത്. അതിൽ തന്നെ 2 മണ്ഡലങ്ങൾ അത്രത്തോളം ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ. ബാക്കിയുള്ള 4 സ്ഥലങ്ങൾ, അതായത് ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ. ഇതിൽ ആലപ്പുഴ ശരിക്കും പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമല്ല. എങ്കിൽ പോലും ഈ ആലപ്പുഴ ഈ ഒരു ലിസ്റ്റിൽ വരാൻ തന്നെ കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ വോട്ട് ഷെയർ BJPക്ക് ഇത്തവണ ഉയർത്താനോ ഒരു അട്ടിമറി നേട്ടം അവിടെ BJPക്ക് സ്വന്തമാക്കാനോ ശോഭാ സുരേന്ദ്രനിലൂടെ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ജനവിധി എന്താണെന്ന് ജൂൺ 4-ാം തീയതി അറിയുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുള്ള സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള തരത്തിൽ തന്നെ. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് ഏറെ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഈ ആലപ്പുഴയിലെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഈ ആലപ്പുഴ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, അതായത് ഈ ഇലക്ഷന് മുന്നേ തന്നെ വന്ന ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ട് ഉണ്ടായിരുന്നു. ആ സർവേ റിസൾട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ഈ പറയുന്ന കോൺഗ്രസിന് 33% വോട്ടുകളാണ് ആ ഒരു സർവേ റിസൾട്ടിൽ നൽകിയിരിക്കുന്നത്. അതേസമയം BJPക്ക്, അതായത് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമല്ല എങ്കിൽ പോലും അവിടെ BJPക്ക് ഏകദേശം 27% കൂടുതൽ വോട്ടുകളാണ് ഈ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, അതായത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്കും മുന്നേ തന്നെ ഉള്ള ഈ ഒരു ഒപ്പീനിയൻ പോൾ സർവേയിൽ തന്നെ വന്നിരിക്കുന്നത്. അതായത് ദേശീയ മാധ്യമ ചാനലിന്റെ ഒരു ഒപ്പീനിയൻ പോൾ സർവേയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തരത്തിൽ ഒരു കടുത്ത മത്സരം തന്നെ നടക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു സർവേ ഫലം തന്നെയാണ് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം, അതായത് ഈ സർവേ ഫലമൊക്കെ വന്നതിന് ശേഷവും അവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവസാന ഘട്ടങ്ങളിൽ, അതായത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ പലതരത്തിലുള്ള അട്ടിമറിയും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനിലൂടെ അവിടെ BJPക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് നിലവിൽ ശോഭാ സുരേന്ദ്രന് അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു തരത്തിൽ തിരഞ്ഞെടുപ്പ് ബലം വരുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെയുള്ള BJP നേതൃയോഗത്തിലായാലും ആലപ്പുഴയിൽ ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്നത് തന്നെയാണ് BJP വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് ഷെയർ കുത്തനെ ഉയരാനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് അവർ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ആലപ്പുഴയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPMന്റെയും വോട്ടുകളിൽ പലതും ആ ഒരു തരത്തിൽ ഒരു വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ആ ഒരു തരത്തിൽ കുത്തനെ BJPയിലേക്ക് മറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ അവിടെ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പറയുന്ന CPMനായാലും അതുപോലെ തന്നെ കോൺഗ്രസിനായാലും വോട്ട് ഷെയർ മാക്സിമം കുറയാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ജയിക്കുന്നത് ഏതൊരു വ്യക്തി തന്നെ ആയാലും ഭൂരിപക്ഷം നന്നേ കുറയാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നേട്ടമുണ്ടാക്കുന്നത്, അതായത് ജയിച്ചാലും തോറ്റാലും അവിടെ നേട്ടമുണ്ടാക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ഒരു A ക്ലാസ് മണ്ഡലം പോലും അല്ലായിരുന്ന ഒരു സ്ഥലത്ത് ഏകദേശം 1,90,000 വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവിടെ വന്ന് മത്സരിച്ചുകൊണ്ട് അവിടെ ആ ഒരു തരത്തിൽ ഒരു വലിയ ഓളം ഉണ്ടാക്കുകയും ഒരു വലിയ തരംഗമുണ്ടാക്കുകയും അതിലൂടെ വോട്ടുകൾ പരമാവധി ഉയർത്താനായിട്ട്, അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം BJPക്ക് അവിടെ ഇത്തവണ 30% അടുപ്പിച്ച് വോട്ടുകൾ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാട്ടിലും വളരെ വലിയ തോതിലാണ് ആ ഒരു നേട്ടം ഇത്തവണ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ അത് ഉറപ്പായിട്ടും BJPക്ക് വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് BJPക്ക് മാറുകയും ചെയ്യും. ഈ പറയുന്ന കോൺഗ്രസിന്റെയും CPMന്റെയും വോട്ടുകൾ അവിടെ പരമാവധി കുറഞ്ഞ് അത് BJPയിലോട്ട് എത്തുന്ന സ്ഥിതിയിലോട്ടും വരും. അവിടുത്തെ വോട്ട് ഷെയറിൽ
BJPക്ക് ഇത്തവണ വലിയൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇനി വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും എളുപ്പമല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന വോട്ട് ഷെയറിലോട്ട് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ BJP ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് എത്തിയാൽ പോലും ആ ഒരു തരത്തിൽ അതൊരു വലിയ മുന്നേറ്റമാണ് BJP ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് നടത്തിയെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന കാര്യവും ഉറപ്പാണ്. തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആലപ്പുഴയിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ പറയുന്ന കണക്കുകൾ പോലെ തന്നെ, സർവേ ഫലങ്ങൾ പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വോട്ടുകൾ കുത്തനെ ഉയർത്തുമോ? കോൺഗ്രസിന്റെയും CPM-ന്റെയും വോട്ടുകളിൽ വലിയൊരു വിള്ളൽ വരുത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടോ? ആ വോട്ടുകൾ അത്രയും തന്നെ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയിട്ടുണ്ടോ? ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്ക് അനുകൂലമായിട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടുകൾ മാറും? അത് ശോഭാ സുരേന്ദ്രന് തന്നെ ഒരു വലിയ നേട്ടമാക്കി മാറ്റാനായിട്ട് ആലപ്പുഴയിൽ സാധിക്കുമോ? ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണോ അതോ CPM-നാണോ ഏറെ ഗുണകരമാകുന്നത്? അതോ ഇവർ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ BJPക്ക് ശോഭാ സുരേന്ദ്രന് ഒരു വലിയ അട്ടിമറി വിജയമോ അല്ലെങ്കിൽ 2ാം സ്ഥാനമോ സ്വന്തമാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം.